മക്കളെ NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ മിഡിൽ ഫസ്റ്റാണ്. മിഡിൽ ഫസ്റ്റിൽ നമുക്ക് 2 ചാപ്റ്ററാണ്. ഒരു ചാപ്റ്റർ ടീച്ചർ എടുത്തിട്ടുണ്ട്, ഇനി ബാക്കി 2 ചാപ്റ്ററാണുള്ളത്. ആ 2 ചാപ്റ്ററും ടീച്ചർ ഒരു വീഡിയോയിൽ കവർ ചെയ്യാണ്. കാരണം നമ്മളെടുത്ത 9ാമത്തെ ചാപ്റ്ററിൽ എടുത്ത കാര്യങ്ങളും 9ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് അഥവാ ഖിൽജി അതുപോലെ തന്നെ തുഗ്ലക്ക് രാജവംശങ്ങളെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. അതേ സെയിം ഭാഗമാണ് ഇതിലും വരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 18ാമത്തെ ചാപ്റ്ററിലുള്ള ചാപ്റ്ററാണ് നമ്മുടെ 32ാമത്തെ ചാപ്റ്ററിലായിട്ട് വരുന്നത്. ആ 18ാമത്തെ ചാപ്റ്റർ വിശദമാക്കിയ മെക്കാളയുടെ മിനിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 32ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 ക്വസ്റ്റ്യനാണ് 32ൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഹിസ്റ്ററി എക്സാം ബേസ്ഡ് ആയിട്ട് പബ്ലിക് എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് തീരും. പിന്നെ ബാക്കി നിങ്ങൾക്ക് നോക്കേണ്ട കാര്യങ്ങൾ അഥവാ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ നിങ്ങളതൊന്ന് ഫോളോ ചെയ്യുക. അപ്പം ടീച്ചർ ഇന്ന് എടുക്കുന്നത് 31ാമത്തെ ചാപ്റ്ററാണ്, ദ മെഡീവൽ സ്റ്റേറ്റ്, മധ്യകാല രാഷ്ട്രം. അപ്പം നമ്മൾ മധ്യകാല രാഷ്ട്രത്തിൽ പറഞ്ഞത് ബാൽബനെ, ഖിൽജി ഇവരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ ഉള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ നൊബിലിറ്റിയാണ്. മുഗൾ പ്രഭുവർഗത്തെ, നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരാണ് കേട്ടോ. പ്രഭുവർഗത്തിൻ്റെ പ്രധാന സവിശേഷതകൾ വ്യക്തമാക്കാനാണ് നമുക്കുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ നോക്കാം, മുഗൾ പ്രഭുവർഗത്തിൽ പല വർഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇറാനിയന്മാർ, ഉസ്ബെക്കുകൾ, ഖുറാസാനികൾ, രാജിക്കുകൾ, അഫ്ഗാനികൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ, മറാത്തകൾ, രജപുത്രർ എന്നിവരെല്ലാം ആ വർഗത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പേരടങ്ങിയതാണ് മുഗൾ നൊബിലിറ്റി എന്നറിയപ്പെട്ടത്. ഇൽത്തുമിഷിൻ്റെ കാലം തൊട്ട് ഇന്ത്യ രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിനാൽ പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകി. പല നിലയിൽ അവർ മുഗൾ ഭരണത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തു. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നത് ഡൽഹിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ കാരണമായി. ആ നിലയിൽ തുടർന്ന് മാൻസബ്ദാർമാർ ചെറിയ റാങ്കോട് കൂടിയാണ് അവരുടെ ഔദ്യോഗിക ജീവിതം, മാൻസബ്ദാരി സിസ്റ്റൊക്കെ ടീച്ചർ എടുത്തതാണ് കേട്ടോ, തുടങ്ങിയിരുന്നത്. പ്രമുഖരായ പ്രഭുക്കൾ, പ്രത്യേകിച്ചും പ്രവിശ്യകളിലെ ഗവർണർമാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയായിരുന്നു. മാൻസബുകളിൽ നിന്നാണ് പ്രഭുക്കന്മാർക്ക്, മാൻസബ് എന്ന് പറഞ്ഞാൽ മാൻസബ്ദാർമാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമിയാണ് കേട്ടോ ലഭിച്ചിരുന്നത്. രജപുത്രരുടെയും മറ്റു ഹിന്ദു പ്രഭുക്കളുടെയും സാമ്പത്തിക സ്ഥിതി മുഗൾ പ്രഭുക്കന്മാരെക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. മുഗൾ സേവനത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാക്കന്മാർക്കും മറ്റു മുഖ്യന്മാർക്കും അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ പ്രദേശങ്ങൾ നിലനിർത്താമായിരുന്നു. രാജ് ജയ്സിൻ ഉയർന്ന പദവിയുള്ള മാൻസബ്ദാരായിരുന്നു. ഇങ്ങനെ മാൻസബ്ദാർമാർക്ക് അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് ഉന്നത പദവി നൽകപ്പെട്ട ഒരു രാജ വിഭാഗമായിരുന്നു, അല്ലെങ്കിൽ രാജാധികാരം നിലനിർത്തിയിരുന്നവരായിരുന്നു മുഗളന്മാർ എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി അതിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, the region of Muhammad bin Tughlaq marked both the high point of the Sultanate and the beginning of its decline. Explain. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉയർച്ചയും താഴ്ചയെയും കുറിക്കുന്നു, വിശദമാക്കുക. അപ്പം മക്കളെ, നമ്മൾ 8ാമത്തെ ചാപ്റ്ററിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റിഫോംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് നിങ്ങൾ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് വിശാലമായിട്ടത് മനസ്സിലാവും. അപ്പോൾ നോക്കുക, 1351 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിര്യാതനായി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലഘട്ട സുൽത്താനേറ്റിൻ്റെ ഉയർച്ചയെയും അതിൻ്റെ നാശത്തിൻ്റെ തുടർച്ചയെയും കാണിക്കുന്നു. 1296 മുതൽ 1335 വരെയുള്ള കാലഘട്ടം തുടർച്ചയായ കേന്ദ്രവൽക്കരണത്തിൻ്റെയും സാമ്രാജ്യ വ്യാപനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ഭരണകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളും തൻ്റേതായൊരു ന്യൂനത ശൈലി പിന്തുടർന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ അഗ്രഗണ്യനാണ്. ഇതിന് കാരണം 1398 തിമൂറിൻ്റെ ആക്രമണമാണ്. സുൽത്താനേറ്റിൻ്റെ പതനത്തിന് പ്രധാന കാരണം. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയ ശേഷം തിമൂർ ഡൽഹിയിൽ പ്രവേശിച്ച് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. തിമൂറിൻ്റെ ആക്രമണത്തിനു ശേഷം
തുഗ്ലക്ക് സാമ്രാജ്യം നിലനിന്നിരുന്നുവെങ്കിലും മുമ്പുണ്ടായതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു അത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമ്പൂർണ്ണ പതനത്തിന് മുമ്പ് 2 രാജവംശങ്ങൾ കൂടി എവിടെ ഉണ്ടായിരുന്നു? ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നു. അവരാണ് സെയ്ദുകളും ലോധികളും എന്നറിയപ്പെട്ടത് കേട്ടോ. സെയ്ദ് ഭരണം 1414 തുടങ്ങി 1451 അവസാനിക്കുകയും ലോധി ഭരണം 1526 അവസാനിക്കുകയും ചെയ്തു. ഇതാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കെങ്കിൽ. എന്നാൽ ക്യാപിറ്റൽ ട്രാൻസ്ഫർ അഥവാ തലസ്ഥാന മാറ്റത്തിലൂടെ ഒരു കുപ്രസിദ്ധി നേടിയ ഭരണാധികാരിയായിട്ടാണ് ചരിത്രം മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കണക്കാക്കുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് കറൻസി സിസ്റ്റം ഇൻ ദ മെഡീവൽ ഇന്ത്യ. ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യയിലെ നാണയവ്യവസ്ഥയെക്കുറിച്ച് ചുരുക്കി വരിക. നാണയ വ്യവസ്ഥ കേട്ടോ. എന്താ നോക്കുക. ഇൽത്തുമിഷിൻ്റെ കാലം മുതൽ തങ്ക എന്ന സിൽവറിൽ തീർത്ത നാണയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഇതിന് സമാനമായി കോപ്പർ നാണയങ്ങളും വ്യാപകമായിരുന്നു. ഇത് ജിതാൾ എന്നറിയപ്പെട്ടു. 14-ാം നൂറ്റാണ്ടിൽ 48 അല്ലെങ്കിൽ 50 മിതാൾ ചേർന്നാണ് അത് തങ്ക എന്നതൊരു സിൽവർ നാണയമായിരുന്നു കേട്ടോ. സമ്പൂർണ്ണ നാണയങ്ങളും സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഷേർഷാ സൂരിയെ 2 ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ നാണയങ്ങൾ സ്ഥാപിച്ചു. ഷേർഷാ 2 ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ നാണയങ്ങളാണ് ഒരു സങ്കരീന നാണയമാണ് നിർമ്മിച്ചത് കേട്ടോ. അക്ബർ മുതലുള്ള മുഗൾ ഭരണാധികാരികൾ സുൽത്താനേറ്റ് കാലത്തെ അതേ നാണയവ്യവസ്ഥ തന്നെയാണ് പിന്തുടർന്നിരുന്നത്. മുഗൾ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയിരുന്നെങ്കിലും സാധാരണയായി മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് അവ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഇത്രയാണ് മക്കളെ നമുക്ക് 31ാമത്തെ ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്ക് 32 നോക്കാം. കൊളോണിയൽ സ്റ്റേറ്റ് അഥവാ കോളനി രാഷ്ട്രം. അപ്പോൾ കോളനി രാഷ്ട്രം നമ്മൾ 16ാമത്തെ ടീച്ചർ പറഞ്ഞു 16ാമത്തെ ചാപ്റ്ററിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ വിശദമായി പറഞ്ഞ ഭാഗങ്ങളാണ്. കോളനിവൽക്കരണം എന്തൊക്കെ മാറ്റങ്ങളാണ് നികുതി സംവിധാനത്തിൽ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയങ്ങൾ എന്തൊക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാം. 32 ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടും കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയുടെ ചാപ്റ്ററെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഹൈലൈറ്റ് ദ കൊളോണിയൽ അപ്രീഷിയസ്. കൊളോണിയൽ സംസ്കാരത്തെ എടുത്ത് കാണിക്കുക കേട്ടോ. അപ്രീഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കോൺവാലിസ് പ്രഭു നമ്മുടെ ഇന്ത്യ വൈസ്രോയി ആയിരുന്നു കേട്ടോ. കമ്പനി ജോലിക്കാരുടെ ഒരു സമൂഹം രൂപപ്പെടുത്തിയ അവർക്ക് ഉദാരമായ വേതനം നൽകപ്പെട്ടു. എന്നാൽ വ്യക്തിപരമായോ വ്യാപാരമായോ ഉൽപ്പാദനമോ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ കോൺവാലിസ് പ്രഭുവാണ് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒന്നുകൂടി കെട്ടിപ്പടുത്തത് കേട്ടോ. അവർക്ക് അവിടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യയിൽ നിയമിക്കുകയോ കൃത്യമായ കൃത്യമായ പ്രൊമോഷൻ, പെൻഷൻ എന്നിവ ഇവർക്ക് അനുവദിക്കപ്പെട്ടു. ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ കമ്പനി ജോലിക്കാരെ ഒഴിവാക്കിയിരുന്നു. അവ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. കോൺവാലിസ് ബംഗാളിൻ്റെ ഓരോ ജില്ലയിലും മജിസ്ട്രേറ്റുമാർ, നികുതി പിരിവുകാർ, ജഡ്ജിമാർ എന്നിവരെ നിലനിർത്തിയിരുന്നു. അങ്ങനെ നിരവധി ഭരണ പരിഷ്കാരങ്ങളാണ് ആര് കൊണ്ടുവന്നത്? കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ കോൺവാലിസ് പ്രഭു കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ 1829 അന്നാണ് ജില്ലകൾ സ്ഥാപിക്കപ്പെട്ടത് കേട്ടോ. നമ്മുടെ രാജ്യത്ത് സ്ഥാപനത്തോടെ സിവിൽ സർവീസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു. ഓരോ ജില്ലയിൽ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് പൂർണ്ണമായ ഏകാധിപത്യാധികാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് റവന്യൂ കളക്ടർ, ജഡ്ജി, പോലീസ് മേധാവി എന്നീ നിലകളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ഈ സംവിധാനം പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണത്തോടെ ഇല്ലാതാവുകയും ചെയ്തു കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മുടെ 32 റൈറ്റ് ദ വ്യൂ ഓഫ് മെക്കാളെ. അപ്പോൾ മക്കളെ, മെക്കാളയുടെ മെക്കാളയുടെ മിനിറ്റ്സ് അഥവാ മെക്കാളയുടെ ഇത് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു പ്രമാണമാണ് ഇത് പേരിൽ അറിയപ്പെട്ടത് മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ടീച്ചർ മെക്കാളെ മിനിറ്റ്സിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആ കാര്യങ്ങൾ മെക്കാളയുടെ മിനിറ്റ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ മെക്കാളയുടെ ലക്ഷ്യങ്ങൾ, പ്രാഥമിക വിദ്യാഭ്യാസം വളർത്തുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ശുപാർശകളാണ് മെക്കാളെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ടത് എന്നൊക്കെ ഞാൻ ടീച്ചർ ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. 18ാമത്തെ ചാപ്റ്ററിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തീർന്നു. അപ്പോൾ മക്കൾക്ക് ഈ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്താണ് ടീച്ചർ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.
താങ്ക് യു.